Dear students, today I want to discuss physics sample paper of class 12 Cbse board examination. ഫിസിക്സ് സബ്ജക്റ്റിൽ 2021 എക്സാമിന് 33 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് 5 സെക്ഷനുകളിലായിട്ട്. അതിലെ ആദ്യ സെക്ഷനിലെ 14 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അത് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസും 4 അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. വളരെ തറവായിട്ട് സബ്ജക്റ്റ് അറിയുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യനുകൾ ചെയ്യുവാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് വളരെ വ്യക്തതയോടെ അറിഞ്ഞിരിക്കുവാൻ ശ്രദ്ധിക്കുക. സോ നമുക്ക് ആദ്യത്തെ 14 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ നെയിം ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് യൂണിറ്റ് ജൂൾ പെർ ടെസ്ല. അപ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇവിടെ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി, അപ്പോൾ ഒന്നിൻ്റെ യൂണിറ്റ് ജൂൾ എന്ന് തന്നിട്ടുണ്ട്, രണ്ടാമത്തത് ടെസ്ല എന്നും നമ്മൾ സെൻസ് ചെയ്താൽ നമുക്കറിയാം ജൂൾ എന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. ടെസ്ല എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വി ക്യാൻ ജസ്റ്റ് ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് വർക്ക്. സോ സിമ്പിളായിട്ട് നമുക്കറിയാം അത് ml² T⁻². മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ എപ്പോഴും ഡയമെൻഷൻസിന് വളരെ ഈസി ആയിട്ടുള്ള റിലേഷൻസ് തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് നമുക്ക് ഫോഴ്സ് ഡിവിഷൻ ബൈ I/L എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയമെൻഷനായ ml⁻² ഡിവിഷൻ ബൈ ദാറ്റ് കറണ്ടിൻ്റെ ഡയമെൻഷൻ A/L. സ്വാഭാവികപരമായിട്ടും എല്ലും അവിടെ ക്യാൻസലായിപ്പോയി. സോ നമുക്കിങ്ങനെ പറയാം m⁻²× A. അപ്പോൾ നമ്മളത് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ സോ m⁻²⁻², so here A, it is coming to the numerator, so it becomes -1, so A⁻⁻1. സോ നമുക്ക് അവിടെ നിന്ന് m ക്യാൻസലായി പോകാം, ടൈമിൻ്റെ ഡയമെൻഷൻ ക്യാൻസലായി. നമുക്ക് A⁻⁻1 ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ AL², ആംപിയർ L². ഈ ഡയമെൻഷനെ ബേസ് ചെയ്ത് നമ്മൾ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആംപിയർ മീറ്റർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ദ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ആ യൂണിറ്റ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് സിമ്പിളായിട്ട് ഇനി പറയാൻ പറ്റും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വഴി പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തുവാൻ. നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം, 1 വേർഡ് ഈസ് സഫിഷ്യൻറ്റ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സുകൾ വളരെ വ്യക്തതയോടെ എഴുതുവാനും ശ്രദ്ധിക്കുക. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. നമ്മുടെ ഈ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനിൽ 4 ഇൻറ്റേർണൽ ചോയ്സസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. പക്ഷേ ഒരെണ്ണത്തിൽ തന്നെ 2 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റേർണൽ ചോയ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ദാറ്റ് എ ക്വസ്റ്റ്യൻ വി ക്യാൻ ഡിസ്കസ് ഹിയർ. സോ ഇവിടെ പറയുന്നത് മെൻഷൻ 1 യൂസ് ഓഫ് പാർട്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ടു വിച്ച് വേവ് ലെങ്ത് ഈസ് 21 സെൻറ്റിമീറ്റർ എമിറ്റഡ് ബൈ ഹൈഡ്രജൻ ഇൻ ഇന്റർസ്റ്റെല്ലർ സ്പേസ് ബിലോങ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെയും നമുക്ക് സെൻസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. സോ അതിൻ്റെ ആദ്യ അക്ഷരങ്ങളെ നമ്മൾ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ സോ ദിസ് ഈസ് ദ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ടു സെൻസ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ 1 order. Gamma rays, X rays, ultraviolet, visible,
infrared, microwaves, and radio waves. So this is in order to നമുക്ക് ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെയും നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും. പക്ഷേ ഇതിലേതാണെന്ന് എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ വേവ് ലെങ്ത് തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് 21 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഏതാണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. സോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളെ വിസിബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 400 നാനോമീറ്റർ തുടങ്ങി 700 നാനോമീറ്റർ വരെയുള്ള റേഞ്ചാണ് നമ്മുടെ വിസിബിളിലാണെങ്കിൽ. ഇൻഫ്രാറെഡ് വരുമ്പോൾ നമുക്കറിയാം അത് 700 നാനോമീറ്റർ തുടങ്ങി 1 മില്ലിമീറ്റർ വരെയാണ്. അപ്പോൾ മൈക്രോ എന്ന് പറയുന്ന മൈക്രോവേവ്സ് നമ്മൾ എടുക്കുമ്പോൾ അത് 1 മില്ലിമീറ്റർ തുടങ്ങി 0.1 മീറ്റർ വരെ. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം ദാറ്റ് 21 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ദ മൈക്രോവേവ്സ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് സെൻസ് ചെയ്യാം. അതിലേറ്റവും പ്രധാനമായിട്ടും ദേ ആർ യൂസ്ഡ് ഇൻ റഡാർ ആൻഡ് ഫോർ എയർക്രാഫ്റ്റ് നാവിഗേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ദേ ആർ ദാറ്റ് മൈക്രോവേവ്സ് ആർ യൂസ്ഡ് ഇൻ മൈക്രോവേവ് ഓവൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അവിടെ പറയുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഗീവ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് 2 ലൈറ്റ് വേവ്സ് ഓഫ് വേവ് ലെങ്ത് 4000 ആംസ്ട്രോങ് ആൻഡ് 8000 ആംസ്ട്രോങ് ട്രാവലിംഗ് ഇൻ വാക്വം. സോ വാക്വം എന്ന് പറയുന്ന കൺസെപ്റ്റിലെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അത് എക്സ്റേസ് ആയിക്കൊള്ളട്ടെ, അൾട്രാവയലറ്റ് ആയിക്കൊള്ളട്ടെ, റേഡിയോ വേവ്സ് ആയിക്കൊള്ളട്ടെ, വിസിബിൾ ആയിക്കോട്ടെ, ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ദേ ആർ മൂവ്ഡ് വിത്ത് same speed. That is a speciality of 3 into 10 to the power of 8 meter per second. അപ്പോൾ രണ്ട് വേവ് ലെന്ത്, രണ്ട് ഫ്രീക്വൻസി മൂവ് ചെയ്യുന്നത് ഒരേ സ്പീഡിലാണ് എന്നുള്ള ഒരു കാര്യം ഓർക്കാം. അങ്ങനെയാണെങ്കിൽ അവയുടെ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഉറപ്പിച്ച് നമുക്ക് പറയാം ആസ് 1:1. So that is the answer for the second question. And the third one, a good concept is there. An electron with a charge -e and mass m travels at a speed of v in a plane perpendicular to a magnetic field of magnitude b. The electron follows a circular path of radius r. In a time t, the electron travels halfway around the circle. What is the amount of work done by the magnetic field? സോ നമുക്ക് വളരെ വ്യക്തതയോടെ അറിയാവുന്ന കൺസെപ്റ്റാണ്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് 90 ഡിഗ്രിയിൽ എൻ്റർ ചെയ്യപ്പെടുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉറപ്പായിട്ടും അത് ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുമെന്നറിയാം. പക്ഷേ ഇവിടെ പറയുന്നത് ഹാഫായിട്ടുള്ള സർക്കുലർ പാത്ത് നടക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സർക്കുലർ കൺസെപ്റ്റാണ്. പക്ഷേ അത് യൂണിഫോം സർക്കുലാർ മോഷൻ ആണെന്ന് നമുക്കറിയാം. അവിടെ തന്നെ വളരെ വ്യക്തതയോടെ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണെന്ന് വർക്ക് എനർജി തിയറം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ അതങ്ങനെ വരുമ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ യൂണിഫോം സർക്കുലർ ആണെങ്കിൽ മറ്റൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ഏതൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്താലും അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുമായിട്ട് 90 ഡിഗ്രി വരുന്നത് കൊണ്ടും നമുക്ക് പറയാം ദ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഫോർ ദ തേർഡ് ക്വസ്റ്റ്യൻ വി ക്യാൻ സേ 0 as the answer. വീണ്ടും ഒരു ഇന്റേണൽ ചോയ്സ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ സോളിനോയിഡ് വിത്ത് n loops of wire tightly wrapped around an iron core is carrying an electric current I. If the current through this solenoid is reduced to half, then what change would you expect in inductance L of the solenoid? അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എന്നും അവൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ എയും എൽ ലെങ്ത്തുമാണെങ്കിൽ നമുക്ക് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഫൈൻഡ് ചെയ്യാം. μ0 n² A ഡിവിഷൻ ബൈ എൽ.
ഇഫ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ n ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് എൽ വി ക്യാൻ സേ ആസ് μ0 n സ്ക്വയർ a ഇൻറ്റു എൽ. സോ ലുക്ക് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അതിരിക്കുന്ന മീഡിയത്തെയും അതോടൊപ്പം അതിൻ്റെ ജോമെട്രിയെ മാത്രമേ ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കറണ്ട് ത്രൂ ദ സോളിനോയിഡ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ദാറ്റ് ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോമെട്രി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് രണ്ടാമത്തെ അതിലെ ക്വസ്റ്റ്യൻ 4b എന്ന് പറയുന്നത് an alternating current from a source is given as I is equal to, so I എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എഴുതി വെക്കാം, that is equal to I0 sin omega t. So from that we get the information as the peak value for the current എന്ന് പറയുന്നത് 10 ആംപിയർ ആണ്. ഒമേഗ എന്ന് പറയുമ്പോൾ 2πf എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് 314 എന്ന് നമുക്ക് തന്നിരിക്കുക. Then what is the effective value of current? So that is we need to find. So at first RMS value, that is equal to I0 division by root 2 എന്നുള്ള കൺസെപ്റ്റ്. I0 എന്ന് പറയുന്നത് 10 ആണ്. So 10 division by root 2 as 1.73. So you get the value as 7.707 ampere. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് what is the frequency? So we know the angular frequency omega, that is equal to 2πf, that is given as 340. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി ആണ് 340 division by 2 into 3.14. So that is equal to, so 3.14 into that becomes 100. So 100 by 2, so you get the value as 50 hertz. So that is the frequency. യൂണിറ്റ് വളരെ വ്യക്തതയോടെ എഴുതുവാൻ ഓർത്തിരിക്കണേ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്സ് കിട്ടൂ എന്നുള്ള കാര്യം ഓർക്കുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആങ്കുലാർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ബോർഡ്സ് ബോർഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം? അപ്പോൾ നമുക്ക് ആങ്കുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണെന്ന് നമുക്കറിയാം. ഇവിടെ n എന്ന് പറയുന്നത് സെക്കൻഡ് ഓർബിറ്റ് എന്നാണ് പറയുന്നത്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ യു ക്യാൻ ജസ്റ്റ് പുട്ട് ദ വാല്യൂ 2 into h/2π. So 2 to cancel. So we get the answer as h/π. So simple question. So we can move to the next question, number 6. In a photoelectric experiment, the potential required to stop, that means the stopping potential, the ejection of electrons from cathode is 4 volt. The stopping potential, so that is given as is equal to 4 volt. Then what is the value of maximum kinetic energy of the photoelectrons? So kinetic energy എന്ന് പറയുന്നത്, maximum value എന്ന് പറയുന്നത് നമുക്കറിയാം ചാർജ് ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് എന്ന് നമുക്കറിയാം. For the stopping potential, the maximum kinetic energy is equal to that charge into potential. So that is equal to that E into that potential as 4 volt. So that is, we can say as 4 electron volt. So that is the kinetic energy maximum. So we can move to the next question, number 7. In decay of free neutron, name the elementary particle emitted along with the proton and electron in a nuclear reaction. So നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ അവിടെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇവിടെ പറയുന്നത് ഒരു ഫ്രീ ന്യൂട്രോണിൻ്റെ ഡീക്കേ ആണ്. സോ കീപ്പ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടൻ്റ് റിലേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കേണ്ടത്. സോ എൻ ഈസ് ഡീക്കേഡ് ഇൻ ടു പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ, സോ പ്ലസ് ആൻറ്റി ന്യൂട്രിനോ. വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്. ചില വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ ഒരു ഡീക്കേ ആണെങ്കിൽ ഓർക്കുക എൻ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ന്യൂട്രിനോ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ റിയാക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ഫോളോയിങ് ന്യൂക്ലിയർ റിയാക്ഷൻ ഐഡൻറ്റിഫൈ ദ അൺനോൺ ലേബിൾഡ് എക്സ്. സോ നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. സോ ഹിയർ ഇഫ് യു ലുക്ക് ഇൻ ടു ദാറ്റ് വൺ,
see the very important concept എന്ന് പറയുന്നത് 22 that mass number is the same. So here that atomic നമ്പറിന് വ്യത്യാസം വന്നു എന്നുള്ള കാര്യം അത് 10 ആയിട്ട് കുറയണമെങ്കിൽ സോ നമുക്ക് സിമ്പിളായിട്ട് എക്സ് എന്ന് പറയുന്നതിൻ്റെ അവിടെ ഇലക്ട്രോൺ വന്നാൽ മാത്രമേ പോസിബിൾ ആകൂ എന്നുള്ള കാര്യം ഓർക്കാം. സോ ദാറ്റ് അൺനോൺ ലേബിൾഡ് എക്സ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഇലക്ട്രോൺ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്പർ 8 വീണ്ടും ഒരു ഇന്റേണൽ ചോയ്സ് ഉള്ള ക്വസ്റ്റ്യനാണ്. How does the width of a depletion region of a PN junction vary if the doping concentration is increased? So നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷൻ, സോ പി ടൈപ്പ് എൻ ടൈപ്പ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേസസിലെ പി ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ മോർ ഹോൾസ് ആർ ദെയർ. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ മോർ ഇലക്ട്രോൺസ് ആർ ദെയർ. ദേ ആർ സെഡ് ടു ബി ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പോൾ ആദ്യം അവിടെ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന കൺസെപ്റ്റിൽ ഈ നമ്പർ ഓഫ് ഹോൾസിൻ്റെ ചാർജ് കാരിയേഴ്സിൻ്റെ മൈഗ്രേഷൻ, സോ ബിറ്റ്വീൻ ക്രോസ് ദ ജംഗ്ഷൻ, സോ ദാറ്റ് വിൽ ഹാപ്പൻ. സോ അങ്ങനെ നടക്കുമ്പോൾ അവിടുത്തെ ഡിപ്ലീഷൻ റീജിയൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ മൈഗ്രേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ, ഇഫ് ദ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇസ് ലാർജ്, ഈച്ച് the migration of majority charge carriers will happen so quickly, and the recombination will happen nearby places of the center. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, വളരെ തിന്നായിട്ടുള്ള ഒരു ഡിപ്ലീഷൻ റീജിയൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഹൈ ആണെങ്കിൽ ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഈ ഡിപ്ലീഷൻ അവിടുത്തെ അല്ലെങ്കിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ സ്മോൾ ആണെങ്കിൽ ഓരോ ലെയറിലുള്ള മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് വാണ്ടറിങ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ റീകോമ്പിനേഷൻ നടക്കാൻ താമസിക്കും. അതുകൊണ്ട് തന്നെ ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് കൺസെപ്റ്റ്. ഇൻ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇഫ് ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് 25 ഹെർട്സ്? അപ്പോൾ നമ്മുടെ ഇൻപുട്ടായിട്ട് റെക്ടിഫിക്കേഷന്, ഇപ്പോൾ ഇത് നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. സാധാരണ രൂപത്തിൽ നമുക്കറിയാം അതൊരു ഡയോഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുത്താൽ, അപ്പോൾ ഇതിവിടെ പോസിറ്റീവ് കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത് ഓരോ നെഗറ്റീവ് കൺസെപ്റ്റും അവിടെ കട്ടായി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്കുണ്ടാകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. അപ്പോൾ അവിടെ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ഇൻപുട്ട് ഫ്രീക്വൻസി 25 ഹെർട്സ് ആണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെപ്പറ്റിഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു വേവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പീക്ക് നമുക്ക് കിട്ടും. രണ്ടാമത്തെ വേവിനെന്ന് യെസ് ദ നമ്പർ ഓഫ് റെപ്പറ്റിഷൻസ് ആർ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഫ്രീക്വൻസി. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് 25 ഹെർട്സ് എന്ന് പറയാം.
അറിവിലേക്ക് ഞാൻ നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സെൻറ്റർ ടാപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു വേവ് നമ്മൾ കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന വേവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. ഓരോ പീക്കിനും നമുക്ക് വേവ് കിട്ടുന്നു എന്നാണ്. അപ്പോൾ ഒരു പീക്ക് ഒരു വേവിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 പീക്ക് വരുന്നു. അപ്പോൾ 25 ഹെർട്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്നത് 50 ഹെർട്സ് ആയിരിക്കും, ഡബിൾ ആയിരിക്കും. സോ ദിസ് ഈസ് ദ കേസ് ഫോർ അവർ ഫുൾ വേവ് റെക്ടിഫയർ. പക്ഷെ നമുക്ക് വേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ആണ്. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. നമ്പർ 9. When a voltage drop across a PN junction diode is increased from 0.7 voltage to 0.71 volt, the change in the diode current is 10 milliampere. Then what is the dynamic resistance of the diode? അപ്പോൾ നമ്മുടെ ഒരു ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്കൊന്ന് എടുക്കാം. സേ ദ കർവ് ഈസ് സംതിങ് ലൈക്ക് ദിസ് വൺ. സോ അവിടുത്തെ ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം ദ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, സോ യു നോ ആസ് V is equal to I into R. So R is equal to, we can say, the change in potential, that division by that current. So that is equal to, so we can say as a 0.71 minus a 0.7, that division by as a 10 milliampere. So that is equal to as a 0.01, that division by as a 10 to the 10 into 10 raised to minus 3. So that is equal to 10 raised to minus 2 by as a 10 into 10 to the power of minus 3. So that is equal to, so 10 minus 2 cancel. So that is equal to 1 by 10 into 10 to the power of minus 1. So you get the value as 1 ohm. So that is the answer. So the dynamic resistance we can just find by using this concept, delta V by delta E. സാധാരണ നമ്മുടെ കൺസിഡർ ചെയ്യുന്നത് IF വേഴ്സസ് ദ പൊട്ടൻഷ്യൽ എന്നുള്ള കർവായിരിക്കും നമ്മുടെ ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഡയോഡിൽ നമ്മൾ വരയ്ക്കുക. സോ യു ഗെറ്റ് ദ കൺസെപ്റ്റ് ലൈക്ക് ദിസ് വൺ. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ ഫോർ ദ 10th question. Which specially fabricated PN junction diode is used for detecting light intensity? ലൈറ്റ് ഇൻറ്റൻസിറ്റി നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോ ഡയോഡാണ്. അതിൻ്റെ തിയറി പാർട്ട് അറിഞ്ഞിരിക്കുക, വളരെ പ്രധാനം. ഒരു സ്പെഷ്യൽ ഡയോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ബോർഡ് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 11. 2 statements are given, one labeled as assertion A and the other labeled as reason R. Select the correct answer to these questions from the codes A, B, C, D. അപ്പം ഓർക്കുക, എയും ബിയും both A and R are true and R is the correct explanation, but the second is not the correct explanation. C, A is true and R is reason is false. Assertion is false and reason is also false. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകൾ. 11th one. In a non-uniform electric field, so we can just construct a non-uniform electric field. അപ്പോൾ നമ്പർ ഓഫ് ലൈൻസിൻ്റെ ഒരു ഡെൻസിറ്റി നമ്മൾ ഡിഫറൻറ്റ് റീജിയൻസ് എടുക്കുമ്പോൾ ഡിഫറൻ്റ് ആയിരിക്കണം എന്നർത്ഥം. അപ്പോൾ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഴ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത് 1 ഉം 2 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ സോ ഡെൻസിറ്റി ബേസ് ചെയ്ത് നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് 1 ഈസ് ഗ്രേറ്റർ കമ്പയർഡ് ടു 2. അപ്പോൾ അതിലേക്ക് ഒരു ഡൈപോളിനെ വെക്കണമെന്നാണ് നമ്മുടെ കൺസെപ്റ്റ് പറയുന്നത്. ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എ ഡൈപോൾ വിൽ ഹാവ് ട്രാൻസ്ലേറ്ററി ആസ് വെൽ ആസ് റൊട്ടേറ്ററി. അപ്പോൾ നമുക്കൊരു ഡൈപോൾ വെക്കാം. സോ -q +q ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സോ ഇവിടെ ഇൻട്രാക്ഷനിൽ വരുന്ന ഫോഴ്സിൻ്റെ വാല്യൂവും F1 ആണെങ്കിൽ ഇവിടെ വരുന്ന വാല്യൂ F2 ആണെങ്കിൽ F1 ഈസ് ഗ്രേറ്റർ ദാൻ F2. അപ്പോൾ അവിടെ ഉറപ്പായിട്ടും ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ട്. പക്ഷെ അവ തമ്മിൽ ഒരു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ വരുന്നു, അതുകൊണ്ട് തന്നെ റൊട്ടേറ്ററി മോഷനും ഉണ്ടാവും. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് 1. സോ ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എ ഡൈപോൾ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ആസ് വെൽ ആസ് എ ട്രൂ.
സോ അവിടുത്തെ ട്രാൻസ്ലേറ്ററി റൊട്ടേറ്ററി മോഷനിൽ എക്സ്പ്ലനേഷൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ വി ക്യാൻ കോട്ട് ദ ആൻസർ ആസ് ദ ഫസ്റ്റ് വൺ. സോ ദാറ്റ് ഫസ്റ്റ് ചോയ്സ് എ ആസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. വളരെ കൃത്യതയോടെ തിയറി അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസുകളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർക്കുക. 4 അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആൾവേസ് നോർമൽ ടു ഈക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആൻഡ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് ഓർഡർ ഓഫ് പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്കറിയാം, നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് -dV/dr. അപ്പോൾ അത് പ്രകാരം അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്ക് വ്യക്തതയോടെ അറിയാം. ഈ പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് ട്രൂ ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോ അതിനു വേണ്ടി നമ്മുടെ മനസ്സിലേക്കൊരു കാര്യം, ഒരു +q ചാർജ് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. സോ ഇവിടെ ഒരു +q ചാർജ് ഇരിക്കുക എന്ന് വിചാരിക്കുക. That may be treated as the origin. So we know the plus എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. If we move away from the origin, നമ്മൾ dV/dr കണ്ടുപിടിക്കുക, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ബൈ സെപ്പറേഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ അത് നെഗറ്റീവ് ആകും എന്ന് നമുക്കറിയാം. കാരണം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവൻ്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയാം, കുറയുന്നു എന്നുള്ള കാര്യം അറിയാം. സോ അതുകൊണ്ട് തന്നെ R ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ കുറയുന്നു. സോ ദാറ്റ് മീൻസ് ഡിക്രീസിങ് ഓർഡർ ഓഫ് പൊട്ടൻഷ്യൽ ആണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇനി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പോസിറ്റീവ് ചാർജ് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് വരച്ചാൽ അത് കർവ്ഡ് ആയിരിക്കും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഈക്വിപൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അതിലെ ഏത് പോയിന്റ് എടുത്ത് dV കണ്ടുപിടിച്ചാലും അത് 0 ആയിരിക്കും എലോങ് ദാറ്റ് ഈക്വിപൊട്ടൻഷ്യൽ സർഫസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ദയർ ഈസ് no potential gradient. There is no potential gradient along any direction parallel to the surface. So no electric field parallel to the surface. This means that electric field lines are always perpendicular to the equipotential surface. അപ്പോൾ നമ്മൾ ഏത് കേസ് എടുത്താലും നമുക്ക് ഉറപ്പിച്ച് പറയാം ഈക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് ആർ ട്രൂ ആൻഡ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. വി ക്യാൻ അഗൈൻ ടേക്ക് ആസ് എ ആസ് ദി ആൻസർ. 13th one, എ കോൺവെക്സ് മിറർ കനോട്ട് ഫോം റിയൽ ഇമേജസ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നമുക്കറിയാം, കോൺവെക്സ് മിററിൽ സാധാരണ രൂപത്തിലെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെർച്വൽ ഇമേജസ് ആണ് നമ്മുടെ കോൺവെക്സ് മിറർ നൽകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അസർഷൻ എന്ന് പറയുന്നത് ട്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത് പറയുന്നത് കോൺവെക്സ് മിറർ കൺവേർജസ് ദ പാരലൽ റേസ്. അപ്പോൾ നമ്മളൊരു കോൺവെക്സ് മിറർ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രിൻസിപ്പൽ ആക്സിസ്, അപ്പോൾ ഒരു പാരലൽ റേസിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് നമ്മൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോക്കസുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റ് ഡൈവേർജസ്
സോ നമുക്ക് R എന്ന് പറയുന്നത് നമുക്ക് false ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. സോ നമുക്കിവിടെ പറയാം A is true and R is false. So we get the third one as the choice. Number 14. അവിടെ assertion ആയിട്ട് പറയുന്നത് a convex lens of focal length 30 centimeter can't be used as a simple microscope. സാധാരണ നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് റീഡിംഗ് ഗ്ലാസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു നോർമൽ വിഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കറിയാം D/F ആണ് നമ്മൾ സാധാരണ രൂപത്തിൽ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ D എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് 30 വരുമ്പോൾ ലെസ് ദാൻ ആണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് അതൊരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ആകത്തില്ല. സോ ദാറ്റ് അസർഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അടുത്ത റീസൺ ഫോർ നോർമൽ സെറ്റിംഗ് ദ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓഫ് സിമ്പിൾ മൈക്രോസ്കോപ്പ് യെസ് M into D/F ആണ്. സി യെസ്, പക്ഷേ ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണെന്ന് നമുക്കറിയാം. 25 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലിങ്ക് നമുക്ക് തന്നിരുന്നുവെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇറ്റ് ഈസ് ദ റീസൺ. സോ ബട്ട് വി ക്യാൻ സേ A and that reason are true. But R is not the correct explanation to say that 30 centimeter we can't use as a simple microscope. So we can take B as the answer for the question number 14. So we can wait for the further videos. ബാക്കി സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുവാൻ ശ്രമിക്കും. Take care. God bless you.